ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ നവമാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ പങ്ക് എന്ത്? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഡിയോ ബ്രിഡ്ജ് എന്നുള്ളത് അധികം ആൾക്കാർക്ക്, പക്ഷേ ഇത് പുതിയ തലമുറയിൽ വളരെയധികം പ്രചാരത്തിലെത്തുന്ന ഒന്നാണ് ഓഡിയോ ബ്രിഡ്ജ് എന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. അത് പ്രചാരണത്തിന്റെ കാര്യത്തിൽ BJP കണ്ടുപഠിക്കണം നമ്മുടെ ഈ നേതാക്കൾ, മറ്റു പാർട്ടികളുടെ നേതാക്കൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചില സംസ്ഥാനങ്ങളിൽ ആ തന്ത്രം പരാജയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും BJPയുടെ ഇപ്പോഴത്തെ വളർച്ചയിൽ ഒരു വലിയ കാര്യമായ സംഭാവന ചെയ്യുന്നത് ഈ നവമാധ്യമങ്ങളുടെ ഉപയോഗം, അത് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതാണ്. നേരത്തെ നരേന്ദ്രമോദി 2014 മത്സരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ചായ് പേ ചർച്ച എന്ന് പറഞ്ഞായിരുന്നു. അതായത് ചായക്കൊപ്പം ചർച്ച എന്ന നിലയിൽ വിവിധ കൂട്ടായ്മകൾ രൂപീകരിച്ച് അവിടെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, നരേന്ദ്രമോദിയും BJPയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ആ നിലയിൽ ഉണ്ടായ ചായ് പേ ചർച്ചയും ആദ്യം പരിഹസിച്ചവരും അതിനെ അവഗണിച്ചവരുമാണ് ഈ പല മറ്റ് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ, അന്നത്തെ ഭരണപക്ഷമായിരുന്ന പാർട്ടികൾ. അത് പിന്നീട് എങ്ങനെ മാറി എന്ന് 14 മോദി അധികാരത്തിലെത്തുന്നു. അതിനു മുമ്പുള്ള ആ ഭരണപക്ഷവും അതോടൊപ്പം മറ്റു പാർട്ടികളും ഒക്കെ അതിനെ തീർത്തും അവഗണിച്ചിരുന്നു. ഈ മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് എന്നുള്ള BJPയുടെ അതിനെയും എത്രയോ പുച്ഛത്തോടു കൂടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും കണ്ടിട്ടുള്ളത്. കാരണം കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, CPIM-ൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം അയാൾ ഒരു പ്രവർത്തകനായിരിക്കണം, പിന്നീട് അയാൾ ഗ്രൂപ്പ് മെമ്പർ ആവണം, പിന്നെ അയാൾ ഇത് പാർട്ടിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതിന്റെ കഴിവ് തെളിയിച്ച് കാൻഡിഡേറ്റ് മെമ്പർ ആകണം. കാൻഡിഡേറ്റ് മെമ്പർ ആയതിനു ശേഷമാണ് ഒരു CPIM-ന്റെ മെമ്പർ ആവുക ഒരാൾ സംബന്ധിച്ച്. അപ്പോൾ ഈ കടമ്പകളൊക്കെ കടന്നു വരണം. പക്ഷേ BJPയിൽ നോക്കൂ, ഒരു മിസ് കോൾ അടിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ അംഗത്വം, നിങ്ങൾ BJPയിൽ അംഗമായിരിക്കുന്നു എന്ന കാർഡ് എത്തുകയാണ്. അതുപോലെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി, അതെ, പരീക്ഷാ പേ ചർച്ച, അത് പ്രധാനമന്ത്രി തന്നെ നടത്തുന്നതാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിന് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ നടത്തിയതാണ്. ഇത് തന്നെ ഇങ്ങനെ ഒരു ചർച്ച 4.5 ലക്ഷത്തോളം പേരിൽ കേരളത്തിൽ എത്തിയെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. അതിന്റെ കണക്കോ അല്ലെങ്കിൽ അവരുടെ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കില്ല. പക്ഷേ അത്രയധികം ആളിലേക്ക് അത് കുറെ പേരിലെങ്കിലും എത്തിയിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ ഇതിൽ ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. പലരും ഹിന്ദിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രധാനമന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, കേരളത്തിലെ വിഷയങ്ങളെല്ലാം, ഈ ചോദ്യങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിലും BJPയുടെ പ്രവർത്തകരാണ്, അവരുടെ വീട്ടുകാരൊക്കെ ഞാൻ അതിനിടയ്ക്ക് യാദൃശ്ചിയാവുന്ന ഇതൊന്ന് അല്പസമയം കേട്ടു. കൊണ്ടോട്ടിയിൽ നിന്ന് എന്റെ പേരുള്ള ഒരു BJP പ്രവർത്തകനാണ്, ദിലീപ് കുമാർ എന്ന BJP പ്രവർത്തകൻ. അദ്ദേഹം അതെ കൊണ്ടോട്ടി. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്പോൾ പ്രധാനമന്ത്രി ആദ്യം തന്നെ ദിലീപ് ജി ആദ്യം തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രണാമം എന്നുള്ള നിലയിലാണ്. അപ്പോഴേ തന്നെ വീട്ടുകാരെ ഫ്ലാറ്റ് ആക്കി. അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആ നിലയിലുള്ള ഒരു പ്രചാരണ തന്ത്രമാണ്. അത് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുത്താൽ മതി, സാധാരണ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്.